ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ദിവസം ഊണിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളരിക്ക ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ അതിൻ്റെ അടുത്തുള്ള ബെല്ലിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്കയ്ക്ക് പകരം നമുക്ക് കുമ്പളങ്ങ വേണമെങ്കിൽ ഉപയോഗിച്ച് ഈ കറി ഉണ്ടാക്കാം. ഒരു തക്കാളി, തോരൻ പരിപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ ചിരകിയത്, കുറച്ച് ജീരകം, വറുത്തിടാനായിട്ട് കടുക്, മുളക്, കരിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഈ കറി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പ്രഷർ കുക്കറിൽ ഞാൻ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിക്കിയിട്ടുണ്ട്. തക്കാളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് വേകാനുള്ള വെള്ളം. അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഈ പ്രഷർ കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പും കഷ്ണങ്ങളും വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും ജീരകവും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം. കുക്കറിലെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷമാണ് ഞാൻ മൂടി തുറക്കുന്നത്. തിരിച്ചും ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർക്കാം. തേങ്ങയും ജീരകവും അരച്ചത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് ഭയങ്കര കട്ടി അധികം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. കറിയിലേക്ക് വറുത്തിടാനായിട്ട് ഞാനൊരു കറുത്ത പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി അതിലേക്ക് മുളക് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില. കടുക് വറുത്തത് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം. കറി റെഡിയായി. അപ്പോൾ സൂപ്പർ സിമ്പിളായ വെള്ളരിക്കയും പരിപ്പും ഉപയോഗിച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മെഴുക്ക് വരട്ടിയോ തോരൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.